ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. നിന്റെ അച്ഛൻ 5 സ്റ്റാർ ഹോട്ടലിലെ തുടങ്ങിയിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. പക്ഷെ എനിക്കിപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും പോയി ലഞ്ച് കഴിക്കാനുള്ള മൂഡില്ല. ഇത്രയും പൈസ മുടക്കി സ്വയം നാണം കെടുന്നത് ഇത് ആദ്യമായിട്ടാ കാണുന്നത്. സംശയമുണ്ടോ? അല്ല, അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? എല്ലാ കാര്യങ്ങളിലും കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ വേറെ ജോലിയൊന്നുമില്ലേ? ആ ജോലി ഉണ്ടല്ലോ, ഒരുപാട് ജോലിയുണ്ട്. ഗാർഡൻ വൃത്തിയാക്കുന്ന ജോലിയുണ്ട്, അടുക്കളയിലോട്ട് സാധനങ്ങൾ വാങ്ങുന്ന ജോലിയുണ്ട്, സർവീസ് സെന്ററിൽ നിന്ന് കാർ തിരിച്ചോണ്ട് വരണം. ഒന്നും മിണ്ടായിരിക്കണ കരുതേ. നിങ്ങളുടെ സ്ഥിരം ജോലി മറ്റുള്ളവരെ കളിയാക്കലാണല്ലോ. മാത്രമല്ല അവന്മാർ എന്നെയാ കളിയാക്കുന്നത്. ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ലഞ്ച് കഴിക്കാനെങ്കിലും വിളിച്ചു. ഇവർക്കാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലില് എത്ര സ്റ്റാർ ഉണ്ടെന്ന് പോലും ഒരു പിടിയില്ല. ഞാൻ അവരോട് സംസാരിക്കല്ലേ, പിന്നെ നീ എന്തിനാ എന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നേ? കിറ്റി, വേസ്റ്റ് കളയുന്നതൊക്കെ നമുക്ക് നഗരത്തിന്റെ പുറത്താകാം. ഞാൻ ടിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിന്ന് സർക്കസ് കാണാൻ പോകാം. എല്ലാവരും ആടികൈ. പക്ഷെ വേസ്റ്റുകളെ നഗരത്തിന്റെ പുറത്തെന്തിനാ പോകുന്നേ? വേസ്റ്റ് വണ്ടി ഇതാ ഇങ്ങോട്ട് വരില്ലേ? എന്റെ പൊന്നു ഹണി, ആദ്യത്തെ ലൈനങ്ങ് വിട്ടേക്ക്. സർക്കസ് കാണാൻ പോകാം. അത് കയറ്റിപ്പിടി. എല്ലാ ജോക്കേഴ്സും എന്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇനി സർക്കസിൽ പുതുതായി ആരെ കാണാനാ? എല്ലാവരും ചിന്തിക്ക്. നമ്മുടെ കിറ്റിയുടെ മൂഡ് നമ്മൾ ശരിയാക്കും. അവള് പിന്നെ സന്തോഷിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും. അവള് നമ്മളെ അവിടെ വീട്ടിലേക്ക് വിളിക്കും. പകുതിയെ കണ്ടുള്ളൂ, ഇടയ്ക്ക് പൂ കയറി വന്നു. ബാക്കി എന്താ? വെല്ലുവിളിയാ, നീ കിറ്റിയെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. എടാ മരമാക്കുകളെ, നീയൊക്കെ നിന്റെ ഈ നാടകം ഒന്ന് നിർത്താവോ? നാടകം, അഭിനയം, നാടകം, അഭിനയം. നാടകം, നാടകം, അടിപൊളി. നിന്റെ ഐഡിയ കൊള്ളാൻ പോപ്പട്ടെ. അഭിനയം, അഭിനയിക്കുന്ന കിറ്റിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ അവളുടെ മുന്നിൽ ഒരു അടിപൊളി നാടകം കളിക്കും. അവൾ അത് കണ്ട് സന്തോഷിക്കും. മാറി നിൽക്ക്. നിങ്ങൾക്ക് ഈ മിന്നുന്ന പൊന്ന്, അതായത് സന്തോഷം, ഈ രാധയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങാനാവില്ല. ഞാൻ തോമയെ പോലെയാണ്. ആട് തോമ, ഞാൻ ജാക്സൺ അല്ലേടാ. ഈ സന്തോഷം എനിക്ക് വേണം. ആരാ നീ? പേര് പറയുകയാണെങ്കിൽ നിന്റെ വലിയച്ഛനായിട്ട് വരും. എന്റെ പേരാണ് ജിഗ്നേഷ. അല്ല, ഒരു ഡോഗിന് എങ്ങനെയാ ക്യാറ്റിന്റെ വെള്ളിച്ചനായിട്ട് മാറാൻ പറ്റിയ? ഞാൻ സ്നേഹം കൊണ്ട് പറയാ, വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ വെള്ളിച്ചിനെ ഞാൻ പപ്പടമാക്കി എടുക്കും. ഫ്ലാമിംഗോവിന് സന്തോഷമായി. ക്യാരക്ടറിൽ നിന്ന് മാറല്ലേ, മാറല്ലേ. ഹോളി എപ്പോഴാ? ഹോളി എപ്പോഴാ? ഹോളി ഞാനാണ് നാഗവല്ലി. எனக்கு தேவை உன்னை கொன்னு உரத்தத்தை കുടിച്ച് ഒമ്മേല നടനമാടണോ? ടാറിട്ട റോഡുകൾ എന്തുകൊണ്ടാണ് വേഗം കുഴിയാവുന്നത്? ഈ സോർദാർ എന്തിനാ തമിഴിൽ സംസാരിക്കുന്നത്? താങ്കൾ സമർത്ഥനാണ്, അടിപൊളിയാണ്, സൂപ്പറാണ്. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. സാറിന് കണ്ണ് കാണത്തില്ലേ? അവന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. പക്ഷെ വീടിനകത്ത് ഏതോ വയസ്സം കാരണവരുടെ ആത്മാവായിരുന്നു ഉണ്ടായിരുന്നത്. ആത്മാവിന്റെ മൾട്ടിപ്പിൾസ് ആയി മാറിയിരിക്കുക നമ്മുടെ സോർദാർ. ഇതിപ്പോ പല പല ആത്മാക്കളാ ഉള്ളത്. ഓയ് ബല്ല ബല്ലേ, ഏ ബല്ല 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 ബല്ലേ. ഇത് പഞ്ചാബി ആത്മാവാണ്. എന്നാ ഞാൻ ഒന്ന് പോയി സംസാരിക്കാം. അയ്യോ, രാവിലെ MG റോഡ് മുഴുവൻ ബ്ലോക്കാണ്. ഇവന്റെ ഉള്ളിൽ അപകടകാരിയായ ആത്മാവാണ്.
നോക്കൂ സർദാർ, ഞാൻ നിന്നോട് പ്രശ്നമെന്ന പെറോട്ടയെ കുറിച്ച് ചോദിക്കും. നീ അതിന് ഉത്തരമെന്ന കുടുംബ തരേണ്ടി വരും. നീ ആരാണ്? என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. അത് ശരി. അപ്പോൾ നീയാണോ നാഗവല്ലി? ഈ പേൽവാൻ മുക്താ സിംഗിന്റെ അടുത്താണോ നിങ്ങളുടെ കളി? ഇനി ആവർത്തിക്കരുത്. ഞാൻ പൈൽവാനാണ്. ഗുസ്തിക്കാരനായോ? ഗുസ്തിക്കാരന്റെ ആത്മാവിന് എത്ര ദുർബലനായിരിക്കുന്നത്. എടാ, ആത്മാവ് ഗുസ്തിക്കാരന്റെയാ, പക്ഷെ ശരീരം നമ്മുടെ സോർദാറിന്റെ തന്നെയാണല്ലോ. സംശയമുണ്ടോ? അപ്പൊ നീ ഗുസ്തിക്കാരനാണല്ലേ? ഞാൻ തോട്ടക്കാരനാണ് അനിയ. ഗുസ്തിക്കാരന്മാര് തോട്ടക്കാരനായോ? 200 വർഷമായിട്ട് ഈ ബംഗ്ലാവിനെ ഞാൻ സംരക്ഷിച്ചു വരികയാണ്. ഇതിനിടെ ഈ തോട്ടക്കാരന് ചട്ടം കെട്ടിയതാരാണ്? ആരാടാ നിന്റെ തോട്ടക്കാരൻ? നീയല്ലേ പറഞ്ഞത് ഈ തോട്ടക്കാരനാണെന്ന്? കുസ്തിക്കാരൻ എടുത്ത് പൊറോട്ട അടിക്കും പോലെ ഞാൻ നിന്നെ അടിക്കും. അത് ശരി. അപ്പോ ഗുസ്തിക്കാരനാണല്ലേ? ഡാൻസർ. വീണ്ടും ഡാൻസറാ? കുസ്തിക്കാരൻ പിന്നെ ഗുസ്തിക്കാരനായിട്ട് മാറി. കൺഫ്യൂഷൻ സൈഡാക്ക്, ആത്മാവിനെ ഹൈഡാക്ക്, എന്നിട്ട് ഡിസൈഡ് ചെയ്യ് നീ ആരാണ്. ആഹാ, ജോലിക്ക് ജോലിയുമായി, യോഗയ്ക്ക് യോഗയുമായി. സംശയമുണ്ടോ? ഇനി നിങ്ങളുടെ ബോഡി 108 ഡിഗ്രിയിൽ ഒന്ന് ഷേക്ക് ചെയ്യൂ. എന്നിട്ട് രണ്ടാമത്തെ കാലം ഉയർത്തൂ. എടാ, കാലുയർത്ത്, ഉയർത്തടാ, അങ്ങോട്ട് ഉയർത്ത്. സോറി, പറയാൻ വിട്ടുപോയി. ആദ്യത്തെ കാലം താഴെയായിരുന്നു വെക്കേണ്ടത്. സംശയമുണ്ടോ? താൻ വിഡ്ഢിയാണ്, മണ്ടനാണ്, കാർക്കോടകനാണ്. താൻ ശരിക്കും ഹണിയെ പോലാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹണിയെ വിശ്വസിച്ച് ആരാ ജോലി കൊടുക്കുന്നത്? എന്തുകൊണ്ട് കൊടുക്കില്ല? ഹണിക്ക് അതിന് മാത്രം എന്താ പ്രശ്നമുള്ളേ? അല്ല, നിങ്ങൾക്ക് ഹണിയായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വന്ന പണി വേഗം തീർക്കൂ. ഓക്കേ, ഇനി നിങ്ങൾ ഇതിന്റെ മുകളിൽ ഒന്ന് തലകുത്തി നിന്ന് ഒരു 100 ഡിഗ്രി ഷേക്ക് ചെയ്യൂ. ഇപ്പൊ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിരിക്കുന്ന ഡിഷ് കാണാൻ പറ്റുന്നില്ലേ? എന്റെ ചെങ്ങായി, ഈ തല ഇങ്ങനെ താഴേക്ക് വെച്ചാൽ ആ സൂപ്പ് അങ്ങനെ എനിക്ക് കാണാൻ പറ്റുന്നേ. ഇനി ഹെൽത്തി ലൈറ്റ് ഇത്രക്ക് ഈസി ആയിരുന്നെങ്കിലേ എല്ലാവരും ഇപ്പോ ഹെൽത്തി ആയിട്ട് മാറിയാലേ. സംശയമുണ്ടോ? എന്തൊക്കെയാണെന്ന് ചാടി നോക്ക് പണി. ചാട് ചാട്. എനിക്ക് സൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പ് കണ്ടു. ഇനി അങ്ങനെ നിന്ന് കാല് പൊക്കി പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ട് ശക്തമായി പൈപ്പിലൂടെ ആഞ്ഞു വലിക്കേ. പച്ചക്കറി എടുത്തിട്ട് ഇതിലെ ചുവന്ന ബട്ടൺ ഒന്ന് ഓൺ ചെയ്യേ. ഇതെന്താ ഓഫ് ആവാത്തെ? 10 മിനിറ്റിന് മുമ്പ് ഇതങ്ങനെ ഓഫ് ആവില്ല. ഇതെങ്ങനെയുണ്ട്? ഞാൻ ഈ ഓർഡർ ബുക്ക് ചെയ്യട്ടെ. ഇയാളെ പുറത്തേക്ക്, പുറത്തേക്ക്. നമുക്കിതങ്ങ് വാങ്ങിയാലോ? വേണ്ട, നമുക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല. അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ? നീ ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് നിനക്ക് അത്ര പ്രയോജനമുള്ള ഒന്നും അല്ല. എടാ, ഭൂകമ്പ മീറ്റർ എന്തെങ്കിലും ഗുണമുള്ളതായിരുന്നെങ്കിലേ നമുക്ക് കാലാവസ്ഥയും ഇതുപോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്യായിരുന്നല്ലോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴേ ഈ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ സാധനവും നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും.
ശരിയാ, ഞാൻ ഓൺലൈൻ ഷോപ്പിംഗിന്റെ പേരിൽ ഒരുപാട് കാശ് ചെലവാക്കി. എന്നിട്ടാണെങ്കിലോ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും ടൈം ഉണ്ട് എന്റെ പൊന്നു ബാബ, നിങ്ങൾ പോയിട്ട് പിന്നെ വാ. ഒരു മിനിറ്റ് ബാബായ്, ഞാനാണ്. ദാ നോക്ക്, $50. ഈ സന്തോഷം എനിക്ക് തന്നേക്ക്. ഞാനാണ് ബാബാ. ഔ, ക്രൈം മാസ്റ്റർ ലോബോ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാരും പോ. എടാ ലോബോ, വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഈ ഭിത്തിയിൽ ചവിട്ടി തേക്കും ഞാൻ. ഈ സന്തോഷം എന്റെ സ്വന്തമാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഓ പ്രിയ പ്രിയ. ഔ, എന്തൊക്കെ ചീട്ടാണെങ്കിലും സന്തോഷം എനിക്ക് വേണം. അത് ഇവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കേ. ഇങ്ങോട്ട് താടാ, എനിക്കത് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. ദാ നോക്ക്, എന്റെ കയ്യിൽ $50 ഉണ്ട്. താനാകെ 50 മാത്രം ഇട്ടുള്ള, ഒരു 100 ഇട്ടാലല്ലേ അതൊരു വെയിറ്റ് ആവൂ. എത്ര പേരുണ്ടായിരുന്നു പറയാ. ബെൽറ്റ് കൊണ്ട് അടിച്ച് പേടിപ്പിക്കലടോ. ഇതേ തന്റെ കൊള്ള സംഖ്യതൊന്നും അല്ല. എന്റെ കോട്ടയ്ക്ക് അടുത്തുണ്ടൊരു കുന്ന് എന്നൊരിക്കലും പറയരുത്. ഫ്ലെമിൻഗോയ്ക്ക് സന്തോഷം ആയില്ല എന്ന്. അടികൈ. ഏയ് ജിഗ്നേഷ, വേഗം തോക്കെടുക്ക്. എന്നിട്ട് ആ ഫ്ലെമിംഗോയുടെ നെഞ്ചത്തെ നോക്കി ഉന്നപ്പിക്ക്. ഒരു വില്ലനായിട്ട് കവിത ചൊല്ലുന്നോ? അതെങ്ങനെയാണ് ഉന്നം പിടിക്കുന്നത്? ബന്ധം പറഞ്ഞു വരുമ്പോൾ ഞാനും അവന്റെ വലിയച്ഛനായിട്ട് തന്നെ വരും. മാത്രമല്ല എന്റെ പേരാണ് ജിഗ്നേഷ. എടോ നാട്ടുകാരുടെ വലിയച്ഛ, തന്റെ വിചാരം താൻ എല്ലാവരുടെയും വലിയച്ഛനെന്നാണോ? മര്യാദ എന്നില്ലെങ്കിൽ ഞാൻ കുതിരയെ പുറത്തിറക്കും. എന്താ പുറത്തിറക്കട്ടെ? അയ്യോ കൊച്ചളിയ, എനിക്കെന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഈ കഴുതയുടെ പകുതി കളിപ്പാട്ടങ്ങള് കൊച്ചളിയെടുത്തു. അയ്യോ, ക്രൈം മാസ്റ്റർ ലോബോ, ശരിക്കുള്ള വില്ലൻ ഞാനാണ്. ആ സന്തോഷം എനിക്ക് തന്നേക്ക്. ഭൂ. ഫ്ലെമിംഗോ സന്തുഷ്ടനായി. പഴയൊരു സിനിമ പാട്ടുണ്ട്, മെല്ലെ മെല്ലെ. കുറച്ചു നേരമെങ്കിലും ഫ്ലെമിംഗോയെ സന്തോഷിക്കാൻ അനുവദിക്കുമായിരുന്നില്ലേ? ഈ സന്തോഷം എനിക്ക് തരൂ രാധേ. ഇതെനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനും സന്തോഷിക്കും, കൂടെ എന്റെ കുതിരയും സന്തോഷിക്കും. മനസ്സിലായോ? കുതിരത ബാബയുടെ കയ്യിലുണ്ട്, പോയി സന്തോഷിപ്പിക്കേ. ഏയ്, നിനക്കെന്താ കുതിരയെ പേടിയില്ലേ? കുതിരയെ പേടിക്ക്. നീ എന്താ പേടിക്കാത്തത്? എന്റെ ദൈവമേ, ഇവനെ ഒന്ന് പേടിപ്പിക്ക്. എനിക്ക് സിംഹത്തിനെ പോലും പേടിയില്ല, പിന്നെ ഞാൻ എന്തിനാ ഈ കുതിരയെ പേടിക്കുന്നത്? ആ സന്തോഷം എനിക്ക് താ. എന്റെ ഹെയർ സ്റ്റൈൽ നീ നശിപ്പിക്കും അല്ലേടാ? അയ്യ. സോർദാറിന്റെ ഉള്ളിൽ ആത്മാവ് കയറിയേ. എഴുന്നേക്ക്. രാവിലെ എഴുന്നേറ്റോളാം. എടാ, സോർദാറിന്റെ ഉള്ളിൽ ആത്മാവ് കയറി. ജീവനുള്ള വസ്തുക്കളിലൊക്കെ ഈ പറഞ്ഞ ആത്മാവ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് ജീവനുള്ളത്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ അതിൽ മാങ്ങാണ്ടിയും ഉണ്ടാകും. സംശയമുണ്ടോ? എടാ പ്രാന്ത, സോർദാറിന്റെ ഉള്ളിൽ വേറെ ആരുടെയോ ആത്മാവാണുള്ളത്. അവൻ കയ്യിൽ മെഴുകുതിരിയും കൊണ്ട് പോന്ന കണ്ടു. എന്താ? വാ പോയി നോക്കാം. അപ്പൊ നിങ്ങൾ വന്നുവല്ലേ? ഞാൻ 200 വർഷമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. എന്റെ ബണ്ണി, നിനക്ക് തലക്കൊല ഭ്രാന്തമുണ്ടോ? ഇത് മെഴുതിരിയൊന്നും അല്ല, റാന്തൽ വിളക്കാണ്. എടാ കഴുതേ, വിളക്കല്ല, ആത്മാവിനെ നോക്ക്. വെറും ആത്മാവല്ല, ദാഹിക്കുന്ന ആത്മാവ്. 200 വർഷമായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. കനക്പൂരിലെ കനക് സിംഗിന്റെ ആത്മാവ്. എത്ര വർഷത്തിന് ശേഷമാണ് എനിക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. എനിക്ക് ദാഹമുണ്ട്. എന്നാ വെള്ളം കുടിച്ചോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്താ മതിയോ?
വെൽക്കം. എന്റെ കൂട്ടുകാരെ, ഇയാള് തന്നെ ഒരു ആത്മാവാണെന്ന് എനിക്ക് തോന്നുന്നേ. ഇയാളിലെ ആത്മാവുണ്ടല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്, പക്ഷെ സോർദാറില് ഒരുപാട് ആത്മാക്കൾ ഉള്ളത്. അതെല്ലാം പുറത്തേക്ക് പൊക്കോളും. ആ, ഇങ്ങോട്ട് നോക്ക്. ആ, കണ്ടില്ലേ? പവിത്രമായ വെള്ളത്തിന് മുമ്പിൽ അത് കീഴടങ്ങിയിരിക്കുന്നു. എന്തായാലും ദാഹമുള്ള ആത്മാവാ. അപ്പൊ ഇവന്റെ വയറ്റിലാണ് ആത്മാവ്. എന്റെ അമ്മേ, ഇത് ഭയങ്കര സ്ട്രോങ് ആയ ആത്മാവാണല്ലോ. ഒന്ന് നിൽക്ക്, ഇല്ലെങ്കിൽ ഈശ്വർ സാക്ഷാൽ ഈശ്വരന്റെ അടുത്ത് പോകേണ്ടി വരും. നിന്നെ ഞാൻ കാക്ക ബിരിയാണി തീറ്റിക്കും. എന്റെ ഇഷ്ടത്തിന് നിന്നെ ഞാൻ ഡാൻസ് ചെയ്യിക്കും. ഈ കുപ്പിയിൽ അടച്ചു വെച്ച് ഷോക്കേഴ്സിൽ ഞാൻ അലങ്കാരമായി സൂക്ഷിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും, ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര നിശബ്ദത? മൂക്കിലൂടെയാണല്ലോ നീ എന്നെ പാസ്ത കഴിപ്പിക്കുന്നത്. എന്റെ ആപ്പിൾ ഷേക്കിനെ പാസ്ത ആപ്പിൾ ഷേക്ക് ആക്കി മാറ്റിയോ? മൂക്കില് മുളകായെന്ന് തോന്നുന്നേ. ഓ, നിർത്തടാ. എന്റെ പാസ്തയാകെ കുളമായി പോയല്ലോ. ഇവിടെ ഈ വഴിയിൽ ആരാണ് കൊണ്ടു ബോക്സ് വെച്ചത്? മുറിയിൽ അങ്ങനെ ഇത്രയും ബോക്സുകൾ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എടാ, അതെടുത്ത് മാറ്റില്ലേ, നമ്മുടെ മണ്ണി വാങ്ങിച്ചോണ്ട് വന്നത്. വാ ചേട്ടാ, കുറച്ച് സ്പേസ് ഉണ്ടാക്കി വെക്ക്. എടാ ബണ്ണി, നിനക്കെന്താടാ വട്ടുപിടിച്ചോ? നീ എന്തിനാണ് ഇത്രയധികം ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്? ഈ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല രസമുള്ള കാര്യമല്ലേ? ചുമ്മാ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകത്തുള്ള എല്ലാ സാധനങ്ങളും വിലയ്ക്ക് വാങ്ങാം. ആ അതെ, നീ ലോകത്തുള്ള എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇപ്പോഴേ വാങ്ങി കൂട്ടി കഴിഞ്ഞു. സംശയമുണ്ടോ? ഇതെല്ലാം എടുത്ത് മാറ്റാൻ നോക്ക്. വേണ്ട സർദാറെ, ഇതൊക്കെ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്നതാണ്. കണ്ടോ, പുറം വൃത്തിയായി കഴിഞ്ഞാൽ ഈ റെഡ് ബട്ടൺ അമർത്തിയാൽ മതി. വൃത്തിയായില്ലേ? ഇനി ഉടൻ ഓഫാക്ക്. എടാ ബണ്ണി, ഇതൊന്ന് ഓഫാക്കടാ. ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെ. എടാ, അപ്പോഴേക്ക് എന്റെ പുറം മുഴുവൻ ചുമന്ന് ചോര വരും. അയ്യോ, രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കടാ. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെ എടുത്ത് പുറം ചൊറഞ്ഞോളായി പോയി. ഇതെന്താ ഇനി അടുത്ത കുലുമാലേ? എന്റെ പിള്ളേരെ, കൊതുകിനെ കൊല്ലുന്ന ബാറ്റത ഇപ്പൊ തന്നെ ഓണായി. അല്ല, ഇത് സെക്യൂരിറ്റി റാക്കറ്റ് ആണ്. വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാ ഇതിനെ അങ്ങ് ഓൺ ചെയ്ത് വിട്ടാ മതി. വീട്ടിൽ ആരെങ്കിലും കിടന്നു കഴിഞ്ഞാ ഇതിനെ ഒന്ന് ഓൺ ചെയ്ത് വിട്ടാ മതി. അയ്യോ, അയ്യോ, ഇതിവിടെ ഉണ്ടെങ്കിലേ നമുക്ക് പോലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അയ്യോ, നീ എന്തായി കാണിച്ചേ? താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആദ്യം ഞാനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നേരെ മാർക്കറ്റിലൂടെ പോയിരുന്നത്. അതൊക്കെ വലിയ കഷ്ടപ്പാടായിരുന്നു. അതിനുശേഷം ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നീട് അങ്ങോട്ട് എല്ലാം എളുപ്പമായി. ഇപ്പൊ ഞാൻ ഓൺലൈൻ പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഇതിനു മുമ്പ് എവിടെ കണ്ടിട്ടുണ്ടല്ലോ.
ഓ, അപ്പൊ അത് ശരി, താങ്കൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലേ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. എനിക്ക് ഇപ്പോഴാ താങ്കളെ മനസ്സിലായത്. താങ്കളാ മറ്റേ ആളല്ലേ, അതായത് ടിവിയില് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോഡക്ട്സ് കൊടുക്കുന്ന ആള്. അതെ, ഞാൻ തന്നെയാണ്. ഇന്നത്തെ ഈ പ്രൊഡക്റ്റ് വെറും ഡെമോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ ബണ്ണിയും ഓൺലൈൻ ഷോപ്പിംഗ് നടത്താറുണ്ട്. പറഞ്ഞോളൂ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? മാജിക് കട്ടർ, ഫുഡ് പൈപ്പ് ആൻഡ് കലോറി പാഡ്. മാജിക് കെറ്ററോ? അതെന്താ അത്? ഇത് നിങ്ങൾ കയ്യിൽ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ പച്ചക്കറികളെല്ലാം സ്വന്തമായിട്ട് കട്ടായിക്കോളും. അപ്പൊ പിന്നെ ഇതെന്താണ്? ഇത് രണ്ട് പ്രൊഡക്റ്റിന്റെ കോംബോയാണ്. ഞാൻ ആദ്യം ഓരോന്നായിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് വളരെ സങ്കടത്തിലായിരുന്നു. ആൾക്കാരും ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് പോകും. അവരും വളരെ സങ്കടത്തിലായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. തന്റെ ഉള്ളിലെ സങ്കടത്തിന്റെ മല ഇടിച്ചിരിക്കുകയാണ്. അതിരിക്കട്ടെ, പ്രോഡക്റ്റ് എന്താണെന്ന് പറ. ഇത് സ്റ്റീലിന്റെ ഫുഡ് പൈപ്പാണ്. നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാണെന്ന് വിചാരിച്ചോ? ഇതിലിരുന്ന് കഴിക്കൂ. നിങ്ങൾ ഇതിന്റെ മുകളിൽ കയറി ഇന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല പ്രയോജനമുണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്ര കലോറിയാണ് ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കാലറി പാഡ് അത് നമ്മളോട് പറയും. ഇതൊരു കലക്ക സംഭവമാണല്ലോ മണി. നമ്മുടെ തോത്താറാമിന്റെ കയ്യിലും ഇതുപോലൊരു സാധനമുണ്ട്. അതുകൊണ്ടാണല്ലോ തോത്താറാം എപ്പോഴും ഫിറ്റ് ആയിരിക്കുന്നത്. സംശയമുണ്ടോ?